വിവാഹവേദിയിലേക്ക് എത്തേണ്ടിയിരുന്ന വധു പെട്ടെന്ന് അപ്രത്യക്ഷയായി. എന്നാൽ അവൾ എന്തുകൊണ്ടാണ് പോയത്? അതിന്റെ ഉത്തരം കണ്ടെത്താൻ നമ്മൾ വർഷങ്ങൾ പിന്നിലേക്ക് പോകണം. കേരളത്തിലെ ഒരു മനോഹര ഗ്രാമമായിരുന്ന ചന്ദ്രപുരം. പച്ചപ്പും വയലുകളും നിറഞ്ഞ ആ ഗ്രാമത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കുടുംബമായിരുന്നു രാഘവൻ മേനോന്റേത്. ഗ്രാമത്തിലെ വലിയ ബിസിനസ്സുകാരൻ, സമ്പത്തും സ്വാധീനവും കൊണ്ട് പ്രശസ്തൻ. അദ്ദേഹത്തിന്റെ ഭാര്യ സാവിത്രി, അവരുടെ ഏകമകൾ മീര. മീര ജനിച്ച ദിവസം മുതൽ ആ വീട്ടിലെ രാജകുമാരിയായിരുന്നു. അവൾ ചോദിക്കുന്നതെല്ലാം അച്ഛൻ വാങ്ങിക്കൊടുക്കും. പക്ഷേ ഒരു കാര്യം മാത്രം രാഘവൻ ഒരിക്കലും അനുവദിച്ചിരുന്നില്ല: തന്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുന്നത്. മീര വളർന്നപ്പോൾ സൗന്ദര്യത്തിലും പഠനത്തിലും മിടുക്കിയായി. സ്കൂളിൽ എല്ലാവർക്കും അവളെ ഇഷ്ടമായിരുന്നു. എന്നാൽ അവളുടെ ഏറ്റവും വലിയ സ്വപ്നം ഡോക്ടറാകുക എന്നതായിരുന്നു. ഒരു ദിവസം സ്കൂളിൽ നിന്ന് മടങ്ങുമ്പോൾ അവൾ റോഡരികിൽ വീണുകിടക്കുന്ന ഒരു വൃദ്ധനെ കണ്ടു. മറ്റുള്ളവർ നോക്കി നിന്നപ്പോൾ മീര ഇട്ടി ചെന്നു. വെള്ളം കൊടുത്തു. ആശുപത്രിയിൽ എത്തിക്കാൻ സഹായിച്ചു. രാഘവന്റെ മകൾക്ക് നല്ല മനസ്സാണ്. വർഷങ്ങൾ കടന്നു. മീര കോളേജിൽ ചേർന്നു. കോളേജിലെ ആദ്യ ദിവസം. പുതിയ സുഹൃത്തുക്കൾ, പുതിയ അധ്യാപകർ, പുതിയ സ്വപ്നങ്ങൾ. അവിടെയാണ് അവൾ ആദ്യമായി കാർത്തിക്കിനെ കാണുന്നത്. കാർത്തിക് സാധാരണ കുടുംബത്തിൽ നിന്നുള്ള യുവാവായിരുന്നു. പഠനത്തിൽ മിടുക്കൻ, പക്ഷേ വളരെ നിശബ്ദ സ്വഭാവം. ലൈബ്രറിയിൽ പുസ്തകം തിരയുന്നതിനിടെയാണ് അവരുടെ ആദ്യ കൂടിക്കാഴ്ച. മീര ഒരു പുസ്തകമെടുക്കാൻ ശ്രമിച്ചു. അതേസമയം കാർത്തിക്കും അതേ പുസ്തകത്തിലേക്ക് കൈനീട്ടി. രണ്ടുപേരും ഒരുമിച്ച് ചിരിച്ചു. സോറി, കാർത്തിക് പറഞ്ഞു. ഇല്ല, നിങ്ങളെടുത്തോളൂ, മീര മറുപടി നൽകി. ആ ചെറിയ നിമിഷം പിന്നീട് അവരുടെ ജീവിതം മാറ്റിമറിക്കുമെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. ദിവസങ്ങൾ കടന്നുപോയി. കോളേജ് പ്രോജക്ടുകൾ, ലൈബ്രറി ചർച്ചകൾ, കാന്റീൻ സംഭാഷണങ്ങൾ. അവരുടെ സൗഹൃദം വളർന്നു. കാർത്തിക് മറ്റുള്ളവരെപ്പോലെ മീരയുടെ പണത്തെയോ സൗന്ദര്യത്തെയോ നോക്കിയിരുന്നില്ല. അവളുടെ മനസ്സിനെയാണ് അവൻ വിലമതിച്ചത്. അതുതന്നെയായിരുന്നു മീരയെ അവനിലേക്ക് കൂടുതൽ അടുപ്പിച്ചത്. ഒരു മഴയുള്ള വൈകുന്നേരം കോളേജ് ബസ് പോയിരുന്നു. മഴ ശക്തമായി പെയ്യുകയായിരുന്നു. ബസ് സ്റ്റോപ്പിൽ മീരയും കാർത്തിക്കും മാത്രം. മഴ ഇഷ്ടമാണോ? കാർത്തിക് ചോദിച്ചു. ഒരുപാട്. മീര ചിരിച്ചു. അവർ മഴ നോക്കി നിൽക്കുകയായിരുന്നു. അന്ന് ആദ്യമായി മീരയുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. ആ രാത്രി അവൾക്കുറങ്ങാൻ കഴിഞ്ഞില്ല. കാർത്തിക്കിന്റെ മുഖം മനസ്സിൽ വീണ്ടും വീണ്ടും തെളിഞ്ഞു. മറുവശത്ത് കാർത്തിക്കിന്റെ അവസ്ഥയും അതുതന്നെയായിരുന്നു. പക്ഷേ ഇരുവരും അത് പ്രണയമാണെന്ന് സമ്മതിക്കാൻ ഭയപ്പെട്ടു. ഒരു ദിവസം കോളേജ് കലോത്സവം. മീര പാട്ടുപാടുകയായിരുന്നു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കിടയിൽ കാർത്തിക് അവളെ നോക്കി നിന്നു. പരിപാടി കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, നീ പാടുമ്പോൾ എല്ലാവരും കേട്ടു, പക്ഷേ ഞാൻ നിന്നെ മാത്രമാണ് നോക്കിയത്. ആ വാക്കുകൾ കേട്ട് മീരയുടെ മുഖം ചുവന്നു. അവരുടെ പ്രണയം അവിടെ നിന്നാണ് ആരംഭിച്ചത്. എന്നാൽ അവർ അറിഞ്ഞില്ല, ആ പ്രണയം ഒരു ദിവസം മീരയുടെ വിവാഹവേദി വരെ എത്തുമെന്നു. മീരയും കാർത്തിക്കും തമ്മിലുള്ള സൗഹൃദം ഇപ്പോൾ പ്രണയമായി മാറിയിരുന്നു. കോളേജിലെ ഓരോ ദിവസവും അവർ ഒരുമിച്ചായിരുന്നു. ലൈബ്രറിയിലും കാന്റീനിലും കോളേജ് പരിപാടികളിലും. പരസ്പരം കാണാത്ത ഒരു ദിവസം പോലും അവർക്ക് അസഹ്യമായിരുന്നു. ഒരു വൈകുന്നേരം കോളേജിന് പിന്നിലെ ചെറിയ പാർക്കിൽ ഇരിക്കുകയായിരുന്നു അവർ. മീര. കാർത്തിക് പതിയെ വിളിച്ചു. എന്താ? ഞാനൊരു കാര്യം പറയട്ടെ? മീര ചിരിച്ചു. ഇത്ര ഗൗരവം എന്തിനാ? കാർത്തിക് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. മീരയുടെ ഹൃദയം ശക്തിയായി മിടിച്ചു. കുറച്ചു നിമിഷങ്ങൾ അവൾ ഒന്നും പറഞ്ഞില്ല. ശേഷം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കും. ആ ദിവസം അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമായിരുന്നു. അടുത്ത 2 വർഷം അവർ സന്തോഷത്തോടെ ജീവിച്ചു. ഭാവിയെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ പങ്കുവച്ചു. ഒരു ചെറിയ വീട്, ഒരു സന്തോഷകരമായ കുടുംബം, ഒരുമിച്ചുള്ള ജീവിതം. കാർത്തിക് പഠനം പൂർത്തിയാക്കിയ ശേഷം നല്ല ജോലി നേടാൻ കഠിനാധ്വാനം ചെയ്തു. മീരയും തന്റെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എല്ലാം നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നതുപോലെ തോന്നി. പക്ഷേ വിധി മറ്റൊന്നാണ് കരുതിവച്ചിരുന്നത്. ഭയന്ന് നിലവിളിക്കുന്ന മുഖം രാഘവന്റെ സംശയം. ഒരു ദിവസം മീരയുടെ ഫോൺ മേശപ്പുറത്ത് കിടക്കു. അതിലേക്ക് കാർത്തിക്കിന്റെ സന്ദേശം വന്നു. നാളെ കാണാം, മിസ് യു. ആ സന്ദേശം കണ്ടത് രാഘവൻ മേനോനായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖം ദേഷ്യത്തിൽ ചുവന്നു. ആരാണ് ഈ കാർത്തിക്? അന്ന് രാത്രി മീരയെ വിളിച്ചു. സത്യം പറയണം. മീര ഭയന്നു. പക്ഷേ കള്ളം പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൾ എല്ലാം തുറന്നു പറഞ്ഞു. മീരയുടെ വാക്കുകൾ കേട്ടപ്പോൾ രാഘവൻ കോപാകുലനായി. ഒരു സാധാരണക്കാരന് നീ വിവാഹം കഴിക്കുമെന്ന് കരുതുന്നുണ്ടോ? അച്ഛാ, അവൻ നല്ല ആളാണ്. എനിക്കത് കേൾക്കണ്ട. ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം ആ വിവാഹം നടക്കില്ല. മീര കരഞ്ഞു. പക്ഷേ രാഘവൻ തന്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. അടുത്ത ദിവസം കാർത്തിക് മീരയെ കാണാൻ വന്നു. അവൾ എല്ലാം പറഞ്ഞു. കാർത്തിക് കുറച്ചുനേരം മിണ്ടാതിരുന്നു. ശേഷം പറഞ്ഞു, ഞാൻ നിന്റെ അച്ഛനെ നേരിട്ട് കാണാം. അത് വേണ്ട. എന്തുകൊണ്ട്? അദ്ദേഹം ഒരിക്കലും സമ്മതിക്കില്ല. ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞു. ആ ദിവസം അവർ ആദ്യമായി ഭാവിയെക്കുറിച്ച് ഭയപ്പെട്ടു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം രാഘവൻ ഒരു തീരുമാനമെടുത്തു. മീരയുടെ വിവാഹം ഉറപ്പിച്ചു. വരൻ അരുൺ, ഒരു ബാങ്ക് ഓഫീസർ, നല്ല കുടുംബം, നല്ല ജോലി, സമ്പന്നൻ. രാഘവന് വേണ്ട എല്ലാ ഗുണങ്ങളും. പക്ഷേ മീരയ്ക്ക് സന്തോഷമില്ലായിരുന്നു. അവളുടെ മനസ്സ് ഇപ്പോഴും കാർത്തിക്കിനൊപ്പമായിരുന്നു. മീരയും കാർത്തിക്കും അവസാനമായി കണ്ടുമുട്ടി. മഴ പെയ്യുകയായിരുന്നു. അവരുടെ കണ്ണുകളിലും മഴ പോലെ കണ്ണുനീർ നിറഞ്ഞിരുന്നു. നമ്മൾ ഇനി കാണുമോ? മീര ചോദിച്ചു.
കാർത്തിക് മറുപടി പറഞ്ഞില്ല. അവൻ അവളുടെ കൈ പിടിച്ചു. നീ സന്തോഷമായി ജീവിക്കണം. നിന്നെ മറക്കാൻ എനിക്ക് കഴിയില്ല. എനിക്കും. ആ വാക്കുകളോടെ അവർ പിരിഞ്ഞു. അവർക്കറിയില്ലായിരുന്നു അത് അവരുടെ അവസാന കൂടിക്കാഴ്ചയില്ലെന്ന്. മീര തന്റെ മുറിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവളുടെ ഫോണിലേക്ക് ഒരു സന്ദേശം വന്നു. അയച്ചത് കാർത്തിക്. പക്ഷേ അവൻ മാസങ്ങളായി ബന്ധപ്പെടാത്ത ആളായിരുന്നു. സന്ദേശം വായിച്ചപ്പോൾ മീരയുടെ മുഖമിളറി. മീര, ഞാൻ വലിയ അപകടത്തിലാണ്. നാളെ വൈകിയേക്കാം. എന്നെ അവസാനമായി ഒന്ന് കാണണം. മീരയുടെ കൈകൾ വിറക്കാൻ തുടങ്ങി. അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് അവളുടെ വിവാഹമായിരുന്നു. പക്ഷേ ആ സന്ദേശം അവളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുകയായിരുന്നു. തുടരും.